ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിന് പിന്നാലെ യുവതിയെ കാറടുപ്പിച്ച് കൊലപ്പെടുത്തി വില്ലുപുരത്ത് താമസിക്കുന്ന ശ്രീലങ്കൻ അഭയാർത്ഥിയായ യാൻസിയാണ് കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന 17-കാരിയായ സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു. കേസിൽ 3 പേർ അറസ്റ്റിലായി. കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ ഒരു സ്വകാര്യ ബാറിൽ വെച്ചാണ് സംഭവങ്ങളുടെ തുടക്കം. യാൻസിയും സുഹൃത്തുക്കളും ബാറിൽ നൃത്തം ചെയ്യുന്നതിനിടെ മറ്റൊരു സംഘം യുവാക്കളുമായി തർക്കമുണ്ടായി. ബാറിലെ ബൗൺസർമാർ ഇടപെട്ട് രംഗം ശാന്തമാക്കിയെങ്കിലും ബാറിന് പുറത്തും തർക്കം തുടർന്നു. എന്നാൽ ബൗൺസർമാർ വീണ്ടും ഇടപെടുകയും ഇരുവിഭാഗത്തോടും അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. പിന്നാലെ യാൻസിയും സുഹൃത്തും സ്കൂട്ടറിൽ കയറിപ്പോയി. ഇതിനിടെ എതിർവിഭാഗം സഞ്ചരിച്ച കാർ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഇരുചക്രവാഹനത്തിന് പിന്നിൽ ഇരുന്ന യാൻസിയുടെ സുഹൃത്ത് കാറിനു നേരെ കല്ലെറിഞ്ഞു. ഇതിൽ പ്രകോപിതരായ യുവാക്കൾ കാറുമായി ഇരുചക്രവാഹനത്തെ പിന്തുടരുകയും ഇടിച്ചു തെറിപ്പിക്കുകയുമായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ യാൻസി വാഹനത്തിൽ നിന്ന് തെറിച്ചു വീഴുകയും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. 17-കാരിയായ യാൻസിയുടെ സുഹൃത്തിന് ഗുരുതര പരിക്കേറ്റു. പെൺകുട്ടി ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കേസിൽ ബാലമുരുകൻ, ജോഷ്വ, കിഷോർ കുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 18 വയസ്സിൽ താഴെയുള്ളവരെ ബാറിൽ പ്രവേശിപ്പിച്ചതിന് ബാർ അധികൃതർക്കെതിരെ പോലീസ് നടപടിയെടുത്തു. സംഭവത്തിൽ അന്വേഷണം നടത്താനായി പ്രത്യേക സംഘത്തെയും പോലീസ് നിയോഗിച്ചിട്ടുണ്ട്. കേസിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നും ഒളിവിലുള്ള ബാക്കി പ്രതികൾക്കായി തിരച്ചിൽ നടത്തുകയാണെന്നും പോലീസ് പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.